ഗുഡ് മോർണിംഗ്. ആഹാ, എല്ലാവരും എത്തിയല്ലോ, മിടുക്കരാണ്. അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം തന്ന പ്രവർത്തനം എല്ലാവരും ചെയ്തോ? ആഹാ, ഇങ്ങനെയാണോ എല്ലാവരും ചെയ്തത്? ഒന്ന് നോക്കിയേ. ആഹാ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ആ, മിടുക്കർ. നിങ്ങൾക്ക് എന്ത് കഴിക്കാനാണ് മക്കളെ ഏറെ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എന്ത് കഴിക്കാനാണ്? ആഹാ, ഐസ്ക്രീമോ? എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനാണോ ഇഷ്ടം? മോനെന്താ ഇഷ്ടം? ലഡുവോ? ശരി, മോൾക്ക് ജിലേബി. ആഹാ, എല്ലാവർക്കും ജിലേബിയും ലഡുവും ഐസ്ക്രീമും ഒക്കെയാണ് ഇഷ്ടം അല്ലേ? എന്നാലേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മിന്നുമുയലിനെ ഓർമ്മയുണ്ടോ? ആ, മിന്നുമുയലിന് എന്ത് കഴിക്കാനായിരിക്കും ഏറ്റവും ഇഷ്ടം? പറയാമോ? ചിത്രങ്ങളിലൊക്കെ കാണാറുണ്ടല്ലേ, എവിടെ ഒരു മുയലിനെ കണ്ടാലും കയ്യിൽ എന്ത് കാണും? ഒരു ക്യാരറ്റ് കാണും അല്ലേ? ആ, ശരിയാണ്. എന്താണ് ഇഷ്ടം? നമ്മുടെ മിന്നുവിന് ക്യാരറ്റ് വലിയ ഇഷ്ടമാണ്. ആ, നമ്മുടെ മിന്നുവിൻ്റെ പുതിയ കൂട്ടുകാരൻ ആരാണ്? അതെ, നമ്മുടെ കിട്ടുകുരങ്ങൻ. ഒരു ദിവസം കിട്ടുകുരങ്ങന് കുറേ ക്യാരറ്റുകൾ കിട്ടി. ക്യാരറ്റുകൾ കിട്ടിയപ്പോൾ അവൻ ആദ്യം നമ്മുടെ പുതിയ ചങ്ങാതിയാണ് ഓർമ്മ വന്നത്, മിന്നുവിനെ. കിട്ടു വേഗം ക്യാരറ്റുമായി നമ്മുടെ മിന്നുവിൻ്റെ അടുത്തേക്ക് വന്നു. ഈ ക്യാരറ്റ് കണ്ടപ്പോൾ മിന്നുവിന് വലിയ സന്തോഷമായി. പിന്നെ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ? മക്കളെ, ഇതാ നോക്കൂ, നമ്മുടെ കിട്ടു കുറച്ച് ക്യാരറ്റ് മിന്നുവിന് കൊടുത്തു. ഇതാ ഇവിടെ നോക്കിയേ, ഇതാരാണ്? അതെ, നമ്മുടെ കിട്ടു. ഇതോ നമ്മുടെ മിന്നു. നോക്കൂ, കിട്ടു കുറച്ച് ക്യാരറ്റ് മിന്നുവിന് കൊടുത്തു. കിട്ടുവിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര ക്യാരറ്റ് ഉണ്ട്? പറയാമോ? എല്ലാവരും ഒന്ന് നോക്കിയേ. എഴുതിയോ? എത്രയാണ്? അതെ, നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 ക്യാരറ്റ്സ് അല്ലേ? നോക്കൂ, കിട്ടുവിൻ്റെ കയ്യിൽ എത്രയാണുള്ളത്? അതെ, 10. 10 ക്യാരറ്റ്സ്. ഇനി നോക്കൂ, നമ്മുടെ മിന്നുവിൻ്റെ കയ്യിൽ എത്രയുണ്ട്? പെട്ടെന്ന് പറയാമല്ലേ? അത് തന്നെ, എത്രയാണ്? 3 എണ്ണം. 1 2 3. 3 ക്യാരറ്റ്സ്. 3. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, 2 പേർക്കും കൂടി എത്ര ക്യാരറ്റുകളുണ്ട്? ഒന്ന് നോക്കൂ. നമുക്കറിയാം, 10ഉം 3ഉം 10 and 3 make
പെട്ടെന്ന് പറഞ്ഞേ. അതെ, 13. 13 അല്ലേ? വെരി ഗുഡ്. 10 + 3 = 13. 13. എത്രയാണ്? 13. ശരി. എന്താ സംഭവിച്ചെന്നറിയണ്ടേ ഇനി? നമ്മുടെ കുരങ്ങൻ കുറച്ച് ക്യാരറ്റുകൾ മിന്നുവിന് കൊടുത്തു. മിന്നുവിന് ക്യാരറ്റ് വലിയ ഇഷ്ടമല്ലേ? ക്യാരറ്റ് കിട്ടിയപ്പോൾ നമ്മുടെ മിന്നുവിന് സന്തോഷമായി. മിന്നുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ നമ്മുടെ കിട്ടു ഒരു ക്യാരറ്റ് കൂടി മിന്നുവിന് കൊടുത്തു. ഒന്നുകൂടി കൊടുത്തു. ആഹാ, നോക്കൂ, ഇപ്പോൾ നമ്മുടെ മിന്നുവിൻ്റെ കയ്യിൽ എത്ര ക്യാരറ്റുകളുണ്ട്? എല്ലാവർക്കും അറിയാം അല്ലേ? 3ഉം 1ഉം. 3ഉം 1ഉം എത്രയാണ്? അറിയാം, 4. മിന്നുവിൻ്റെ കയ്യിൽ 4 എണ്ണമായി അല്ലേ? അപ്പോൾ കിട്ടുവിൻ്റെ കയ്യിൽ എത്രയുണ്ട്? 10 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുകൂടി കൊടുത്തു. അപ്പോൾ എത്രയായി? നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9 അല്ലേ? കിട്ടുവിൻ്റെ കയ്യിൽ 9 ക്യാരറ്റുകളുണ്ട്. 9. മക്കളെ, നമുക്കറിയാം 2 പേർക്കും കൂടി എത്രയാണ് ഉള്ളത് ക്യാരറ്റുകൾ? അതെ, 13 എണ്ണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 9 + 4 = 13. 9 + 4 = 13. 9നോട് 4 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 13 അല്ലേ? ഇനി നോക്കൂ, ഇനി ഇവിടെ ഒന്ന് നോക്കിയേ. മിന്നുവിന് ഇനിയും ക്യാരറ്റ് വേണം. അത് നമ്മുടെ കിട്ടുവിന് മനസ്സിലായി. നോക്കൂ, കിട്ടു ഒരു ക്യാരറ്റ് കൂടി മിന്നുവിന് കൊടുത്തു. ഇപ്പോൾ മിന്നുവിൻ്റെ കയ്യിൽ എത്ര ക്യാരറ്റുകളുണ്ട്? നോക്കൂ, എത്രയുണ്ട്? 4 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുകൂടി വന്നു. അപ്പോൾ എത്രയായി? അതെ, 4നോട് ഒന്നുകൂടി വന്നാൽ എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, ശരിയാണ് ഉത്തരം. ഉറക്കെ പറഞ്ഞോളൂ. ശരിയാണ്, മിടുക്കർ. 5. ഇപ്പോൾ മിന്നുവിന് 5 ക്യാരറ്റുകളുണ്ട്. കിട്ടുവിൻ്റെ കയ്യിൽ എത്രയുണ്ട്? നോക്കൂ, ഒന്ന് നോക്കിയേ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. എത്രയാണ്? അതെ, മിടുക്കർ. 8 എണ്ണം. 8 ക്യാരറ്റ്സ് അല്ലേ? ശരി, ഇവിടെ എഴുതാം 8. 8. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? പറയൂ. ശരിയാണ്, 8 + 5 = 13. ശരി. ഇങ്ങനെ നമ്മുടെ കിട്ടു ഓരോ ക്യാരറ്റായി മിന്നുവിന് കൊടുത്തുകൊണ്ടേയിരുന്നു. ഒന്നുകൂടി കൊടുത്താൽ എത്രയാകുമെന്ന് എൻ്റെ മക്കൾ പറയണം. ഓക്കെ? ശരി, ഒന്നുകൂടി കൊടുക്കുകയാണ്. ഒന്നുകൂടി കൊടുത്തു. അപ്പോൾ മിന്നുവിന് എത്രയായി? ഒന്ന് പറഞ്ഞേ എല്ലാവരും. എണ്ണണോ? ഒന്ന് നോക്കൂ, എത്രയാണ്? ശരിയാണ്, 6. എത്രയാണ്? 6. മിന്നുവിന് 6 ആയി.
ഇനി നോക്കൂ, കിട്ടുവിൻ്റെ കയ്യിൽ എത്രയുണ്ട്? ഒന്ന് നോക്കിയേ എല്ലാവരും. എത്രയുണ്ട്? അതെ, 8 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ഇതിൽ നിന്ന് ഒരെണ്ണമാണ് മിന്നുവിന് കൊടുത്തത്. ഇപ്പോൾ എത്രയുണ്ട്? അതെ, 7. ശരിയാണ്. ഇവിടെ എങ്ങനെ എഴുതാം? 7. നോക്കൂ, ഇവിടെ ഇനി എങ്ങനെ എഴുതാം നമുക്ക്? ഇനിയുള്ളത് നിങ്ങൾ എഴുതണം. എല്ലാവരും എഴുതുമല്ലോ നിങ്ങളുടെ നോട്ട് ബുക്കിൽ. വെരി ഗുഡ്. ഇനി എന്ത് സംഭവിച്ചെന്നറിയാമോ? നോക്കിയേ, മക്കളെ ഇനി നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ആഹാ, നമ്മുടെ കിട്ടുവിൻ്റെ പ്ലേറ്റ് നോക്കിയേ, എത്ര എണ്ണം ഉണ്ട്? അയ്യോ പാവം അല്ലേ. ഒരെണ്ണം എടുത്തിട്ട് ബാക്കി എല്ലാം നമ്മുടെ കൂട്ടുകാരന് കൊടുത്തു. അപ്പോൾ കിട്ടുവിൻ്റെ പ്ലേറ്റിൽ എത്ര ക്യാരറ്റ് ഉണ്ട്? ഒരെണ്ണം അല്ലേ? 1. കിട്ടുവിൻ്റെ കയ്യിൽ ഇപ്പോൾ 1. നോക്കൂ, മിന്നുവിന് ഇപ്പോൾ എത്ര എണ്ണം കിട്ടി? മിന്നുവിന് എത്ര ക്യാരറ്റുകളാണുള്ളത്? ഒന്ന് പറഞ്ഞേ എല്ലാവരും. വെരി ഗുഡ്. എത്രയാണ്? അതെ, ഒന്ന് എണ്ണി നോക്കാം. ഉത്തരം ശരിയാണോ എന്ന് നോക്കണ്ടേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എല്ലാവരും ടീച്ചറിനോടൊപ്പം എണ്ണണേ. എണ്ണാം. 1, അതെ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. എത്രയുണ്ട്? അതെ, 12 ക്യാരറ്റുകളുണ്ട് അല്ലേ? എഴുതാം. നോക്കൂ, ഇപ്പോൾ മിന്നുവിന് വലിയ സന്തോഷമായി. 12 ക്യാരറ്റുകൾ, 12 ക്യാരറ്റ്സ് അല്ലേ? മിന്നുവിന് 12 ക്യാരറ്റുകൾ കിട്ടി. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പറയൂ. അതെ, 1 + 12 = 13. 1 + 12 = 13. കൂട്ടുകാരെ, ഇവിടെ നോക്കൂ, ബാക്കിയുള്ള ഭാഗം എല്ലാവരും പൂരിപ്പിക്കില്ലേ? എല്ലാവരും എഴുതുമല്ലോ. ശരി. മക്കളെ, നമ്മുടെ മിന്നുവിനും കിട്ടുവിനും സന്തോഷമായി അല്ലേ? ഒരു ക്യാരറ്റൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് സന്തോഷം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂട്ടുകാരോടൊപ്പം എന്താണ് ചെയ്യുന്നത്? അതെ, കളിക്കും അല്ലേ? ഇവിടെ അവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ വരുന്നു അവരുടെ മറ്റൊരു കൂട്ടുകാരൻ. ആരാണെന്നറിയാമോ? പിങ്കുമാൻ. ആരാണ്? അതെ, പിങ്കുമാൻ. അവരോടൊപ്പം കൂടി. എന്ത് കളിയാണ് അവർ കളിച്ചതെന്നറിയാമോ? അവർ മുത്തുകൊരുത്ത് കളിയാണ് കളിച്ചത്. അങ്ങനെ 3 പേരും കൂടി മുത്തുകളൊക്കെ കോർത്തു. ആരാണ് വിജയിച്ചതെന്ന് നിങ്ങൾ പറയണം. റെഡിയാണോ എല്ലാവരും? നമുക്ക് നോക്കിയാലോ, ആരായിരിക്കും ഈ കളിയിൽ ജയിച്ചതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ആരൊക്കെയാണുള്ളത്? പറഞ്ഞേ. ഇതാരാണ്? അതെ, നമ്മുടെ കിട്ടുകുരങ്ങൻ അല്ലേ? ഇതാരാണ്? മിന്നു. പുതിയൊരാൾ കൂടിയുണ്ട്. ആരാണെന്നാ ടീച്ചർ പറഞ്ഞത്? പറയൂ. അതെ, പിങ്കു കൂടി കളിക്കുകയാണ്. കളിച്ചപ്പോൾ ഇവിടെ നോക്കൂ,
അവർ കൊരുത്ത മുത്തുകൾ കണ്ടോ? നോക്കിയേ, ഇതിൽ ആരായിരിക്കും ജയിച്ചത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ആരായിരിക്കും? കിട്ടുവായിരിക്കുമോ? അതോ നമ്മുടെ പിങ്കുവോ? ഇനി നമ്മുടെ മിന്നു ആണോ ജയിച്ചത്? ദാ ഇതിലോട്ടൊന്ന് നോക്കിയേ എല്ലാവരും. ആരായിരിക്കും? നമുക്ക് നോക്കിയാലോ? എണ്ണി നോക്കാം. ശരി, നോക്കൂ, ഇവിടെ ഏതെല്ലാം നിറത്തിലുള്ള മുത്തുകളാണുള്ളത്? പിങ്കും നീലയും. ഇനി ഓരോരുത്തരും കൊരുത്ത മുത്തുകൾ എത്ര എണ്ണമാണെന്ന് എണ്ണി നോക്കാം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് വിജയിയെ കണ്ടെത്താൻ പറ്റൂ. റെഡിയാണോ എല്ലാവരും? വെരി ഗുഡ്. എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഒന്നുകൂടി. ഇനി നിങ്ങളാണ് എണ്ണേണ്ടത്. ടീച്ചർ എണ്ണുന്നില്ല. എണ്ണിക്കോളൂ. 2, അതെ, 3 4 5 7 8 9 10 11 12 പറയൂ 15. അതെ, എത്രയാണ്? 16. നമ്മുടെ പിങ്കു മിടുക്കനാണ്. 16 മുത്തുകൾ കൊരുത്തു. നോക്കൂ, 16 മുത്തുകൾ കൊരുത്തു. പിങ്കു എത്ര പിങ്ക് മുത്തുകളാണ് കൊരുത്തത്? എത്ര പിങ്ക് മുത്തുകളുണ്ട് ഇതിൽ? പറഞ്ഞേ. 1 2 3 4 5 6 7 8. 8 പിങ്ക് മുത്തുകൾ. നീല എത്രയുണ്ട്? 1 2 3 4 5 6 7. അതെ, 8. 8 പിങ്ക് മുത്തുകളും 8 നീലമുത്തുകളും. രണ്ടും കൂടി 8 and 8. എത്രയാണ്? അതെ, എത്രയാണ്? 16. മിടുക്കർ. നോക്കൂ, 8 plus 8 equals 16. 8 അധികം 8 സമം 16. ശരി, ഇനി അടുത്ത ആളിനെ നോക്കാം. അടുത്തത് ആരാ? നമ്മുടെ കിട്ടു. കിട്ടു ആയിരിക്കുമോ ജയിക്കുന്നത്? നോക്കിയേ, കിട്ടു ആകെ എത്ര മുത്തുകളാണ് കൊരുത്തതെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. കിട്ടും എത്ര മുത്തുകളാണ് കൊരുത്തത്? അതെ, 16 അല്ലേ? നോക്കൂ, കിട്ടും 16 മുത്തുകളാണ് കൊരുത്തത്.
പിങ്കും 16, നമ്മുടെ കിട്ടുവും 16 മുത്തുകൾ. ഇനി കിട്ടു എത്ര പിങ്ക് മുത്തുകളാണ് കൊരുത്തത്? നമ്മൾ എണ്ണിയല്ലേ? എത്രയാണ്? അതെ, എത്രയാണ്? നോക്കൂ, എത്ര പിങ്ക് മുത്തുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്രയാണ്? 10. ബാക്കി ഇനി എത്ര കാണും? 10നോട് എത്ര ചേർന്നാലാണ് 16 കിട്ടുന്നത്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? എത്രയാണ്? ശരിയാണ്, 6. 10ഉം 6ഉം 10 and 6. അപ്പോൾ എത്ര കിട്ടും? 16. 10ഉം 6ഉം 10ഉം 6ഉം 16. നോക്കൂ, 10 + 6 = 16. ഇനി ആര് കൂടിയുണ്ട്? നമ്മുടെ മിന്നു കൂടിയുണ്ട് അല്ലേ? മിന്നു എത്ര മുത്തുകളാണ് കൊരുത്തത്? നോക്കിയേ, ഇവിടെ നോക്കൂ, എണ്ണാം. ലെറ്റ്സ് കൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, നോക്കൂ, 16. എത്രയാണ്? 16 എത്രയാണ്? അതെ, 16. 16 മുത്തുകളാണ് ആര് കോർത്തത്? നമ്മുടെ മിന്നു 16 മുത്തുകളാണ് കൊരുത്തത്. നോക്കൂ, മൂന്ന് പേരും ഒരുപോലെ അല്ലേ? നമ്മുടെ മിന്നു എത്ര നീല മുത്തുകൾ കൊരുത്തു? എണ്ണിയൊന്ന് പറയൂ. അതെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 നീല മുത്തുകളും പിങ്ക് മുത്തുകൾ എത്രയുണ്ട്? അതെ, 4. 12ഉം 4ഉം 12ഉം 4ഉം. 12 + 4 = 16. 12 + 4 = 16. കണ്ടോ? അപ്പോൾ എല്ലാവരും 16 മുത്തുകളാണ് കൊരുത്തത്. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, ആരാണ് ഈ മത്സരത്തിൽ ജയിച്ചത്? 3 പേരും വിജയികളാണല്ലേ? അവർക്കൊരു ക്ലാപ്പ് കൊടുത്താലോ? എങ്ങനെ കൊടുക്കാം? വെരി ഗുഡ്. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. മക്കളെ, നമ്മൾ 16 മുത്തുകളാണ് 3 പേരും കൊരുത്തത് അല്ലേ? നോക്കൂ, 3 പേരും 16 മുത്തുകളാണ് കൊരുത്തത്. നോക്കൂ, 16നെ നമ്മൾ 2 കൂട്ടങ്ങളാണ് ആക്കിയത് അല്ലേ? ഏതൊക്കെ രീതിയിൽ? പല രീതിയിൽ 2 കൂട്ടങ്ങളാക്കി മാറ്റി. നോക്കൂ, ആദ്യം നോക്കൂ, 8ഉം 8ഉം എത്രയാണ്? 16. അടുത്തതായി എങ്ങനെ 2 കൂട്ടങ്ങളാക്കി? 10ഉം 6ഉം. ഇനിയോ 12ൻ്റെ ഒരു കൂട്ടം, 4 എണ്ണമുള്ള മറ്റൊരു കൂട്ടം. ഇതെല്ലാം 16ആണ് ഉത്തരം കിട്ടുന്നത് അല്ലേ? അതെ. ഇനിയും ഇതുപോലെ 16നെ പല കൂട്ടങ്ങളാക്കാൻ പറ്റുമോ? 2 കൂട്ടങ്ങളാക്കണം. 16നെ 2 കൂട്ടങ്ങളാക്കി മാറ്റാൻ ഇനിയും കഴിയില്ലേ? അപ്പോൾ
മഞ്ചാടി സഞ്ചിയിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മക്കളെല്ലാവരും 16നെ 2 കൂട്ടങ്ങളാക്കി നോട്ട് ബുക്കിൽ എഴുതണം. എല്ലാവരും എഴുതുമല്ലോ. മക്കളെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ക്യാരറ്റുകളെ 2 കൂട്ടങ്ങളാക്കി. എത്ര ക്യാരറ്റുകളാണ് ഉണ്ടായിരുന്നത്? അതെ, 13 ക്യാരറ്റുകളെ 2 കൂട്ടങ്ങളാക്കി നോക്കി അല്ലേ? പല രീതിയിൽ നമ്മൾ കൂട്ടങ്ങളാക്കി. പിന്നെയോ? അതെ, 16 മുത്തുകളെ 2 കൂട്ടങ്ങളാക്കി. 16 മുത്തുകളെയും 2 കൂട്ടങ്ങളാക്കി പല രീതിയിൽ നമ്മൾ എഴുതി അല്ലേ? ഇതുപോലെ ഇനിയും ഈ സംഖ്യകളെ കൂട്ടങ്ങളാക്കി എല്ലാവരും എഴുതണേ. എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. മിന്നുവിൻ്റെയും കിട്ടുവിൻ്റെയും പിങ്കുവിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.